ഹായ് ഡിയർ. റിലേഷൻഷിപ്പ് ഹീലിംഗ് സീരീസിൻ്റെ 5th പാർട്ടാണ്. ഒരു ബന്ധത്തെ ഹീല് ചെയ്യണമെങ്കിൽ അതിൽ നാം എന്നുള്ള വ്യക്തി ഏറ്റവും ആദ്യം ഹീൽഡ് ആയിരിക്കണം എന്നുള്ള കൺസെപ്റ്റിലാണ് ഈ ഒരു സീരീസ് നമ്മൾ ചെയ്തു പോരുന്നത്. ഇവിടെ കുട്ടിക്കാലത്ത് നിങ്ങൾക്കുണ്ടായ ഒരു വേദന ഉളവാക്കുന്ന സംഭവം, ആ സംഭവത്തിന് കാരണമായ വ്യക്തിക്ക് നമ്മൾ മാപ്പ് നൽകുകയാണ്. അത്തരത്തിൽ ആ പെയിനിനെ ഇവിടെ ഹീൽ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. ആദ്യം ആ ഒരു സാഹചര്യം എന്താണ് എന്ന് മനസ്സിലോർക്കുക. അതിന് കാരണക്കാരായ ആ ഒരു വ്യക്തിയെയും മനസ്സിൽ നിങ്ങൾ ഓർക്കുക. ഈ ഒരു ഹീലിംഗ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, കുട്ടിക്കാലത്ത് നിങ്ങളെ ഒരു ഭയപ്പെടുത്തിയ വ്യക്തിയായിരിക്കാം, നിങ്ങളെ ഫിസിക്കലി അബ്യൂസ് ചെയ്തൊരു വ്യക്തിയായിരിക്കാം, അതുപോലെ തന്നെ നിങ്ങളെ ഒറ്റപ്പെടുത്തിയ വ്യക്തികളായിരിക്കാം. ആ ഒരു വേദനയൊക്കെയും നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കും. ഈ ഒരു വേദന ഭയമായിട്ട്, ലിമിറ്റിംഗ് ബിലീഫ്സ് ആയിട്ട്, അതായത് എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല എന്നുള്ള ഒരു ചിന്തയായിട്ട്, അതുമല്ലെങ്കിൽ പ്രതികരിക്കേണ്ട ഇടങ്ങളിൽ പ്രതികരിക്കാൻ കഴിയാതെ, നമ്മുടെ ഇഷ്ടങ്ങളെ നമ്മളിലേക്ക് തന്നെ ഒതുക്കി നിർത്തിക്കൊണ്ട് മറുപടി പറയാൻ കഴിയാതെ, അങ്ങനെയൊക്കെയും നമ്മൾ ആക്കപ്പെട്ടിട്ടുണ്ടായിരിക്കാം. ആ ഒരു കാര്യത്തെയാണ് നമ്മൾ ഹീൽ ചെയ്ത് നമ്മുടെ സെൽഫിനെ പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ ഈ ഒരു കുട്ടിക്കാലത്തുണ്ടായ ആ ഒരു പ്രശ്നത്തിന്, ഒരു പക്ഷേ കുട്ടിക്കാലത്തല്ലെങ്കിൽ കുറച്ചുകൂടെ മുതിർന്നിട്ടായിക്കോട്ടെ, നിങ്ങൾക്കുണ്ടായ അത്രയും വേദന ഉളവാക്കുന്ന ഒരു സംഭവം, അതിന് കാരണക്കാരനായ വ്യക്തി നിങ്ങളുടെ തൊട്ട് മുന്നിൽ ഇരിക്കുന്നതായിട്ടും, നിങ്ങളുടെ ഇടതോ വലതോ ഭാഗത്തായിട്ട് ഭഗവാൻ, നിങ്ങൾ വിശ്വസിക്കുന്ന ആരായാലും ഭഗവാൻ ഉള്ളതായിട്ടും സങ്കല്പിക്കാം. എന്നിട്ട് ഭഗവാന്റെ സമക്ഷം നിങ്ങൾ ആ വ്യക്തിക്ക് മാപ്പ് നൽകുന്നതായിട്ട് പറയാം. നിങ്ങൾ എന്നോട് ചെയ്ത തെറ്റ് എന്ത് തന്നെയായാലും, അത് നിങ്ങളുടെ അറിവില്ലായ്മ കൊണ്ടോ അറിഞ്ഞുകൊണ്ടോ ആയാലും, ഞാൻ നിങ്ങൾക്ക് മാപ്പ് നൽകുന്നു, ഞാൻ നിങ്ങളോട് ക്ഷമിക്കുന്നു. അതുപോലെ ഞാൻ ഈ നിമിഷം മുതൽ നിങ്ങളെ അൺകണ്ടീഷണലി സ്നേഹിക്കുന്നു എന്ന് കരുതി നിങ്ങൾ ആ ഒരു മുറിവ്, ആ ഒരു കാര്യം മറന്നു എന്നല്ല. അയാൾ ചെയ്ത തെറ്റ് തന്നെയാണ്. പക്ഷേ നമ്മളവിടെ ആ ഒരു വ്യക്തിക്ക് മാപ്പ് നൽകുകയാണ് ചെയ്യുന്നത്. തെറ്റല്ലാതെ ആകുന്നില്ല. ഓക്കെ, ആ വ്യക്തിക്ക് മാപ്പ് നൽകുന്നു. അതിലൂടെ നമ്മളെ തന്നെ നമ്മൾ ഹീൽ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ആ ഒരു കാര്യത്തിലേക്ക് നമ്മൾ പോകാതെയും ശ്രദ്ധിക്കണം. ആ ഒരു വ്യക്തി നമ്മളോട് എന്ത് തെറ്റാണോ ചെയ്തത്, ആ ഒരു കാര്യത്തിൽ പോകാതെ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുകയും വേണം. എന്നിട്ട് പറയാം, ഈ ഒരു വേദന ഹീല് ചെയ്യാനായിട്ട് നിങ്ങളെ സഹായിച്ചതിൽ, നിങ്ങളുടെ ഒരു സാന്നിധ്യം ഇവിടെ ഉണ്ടായതിൽ ഒരുപാട് നന്ദി. അതുപോലെ ഇതിനെല്ലാം, ഈ ഒരു വേദന ഹീല് ചെയ്യുന്നതിന് എനിക്ക് ഈ ഒരു മാർഗം കാണിച്ചു തന്ന സർവീശ്വരനും നന്ദി. എൻ്റെ ഉള്ളിലുള്ള ഒരു ആ വേദന മാറി അവിടേക്ക് ശാന്തതയും സമാധാനവും ഭഗവാന്റെ അൺകണ്ടീഷണൽ ലവും കൊണ്ട് നിറയ്ക്കാൻ സാധിക്കുന്നതിൽ അങ്ങേയറ്റം നന്ദി എന്ന് പറയാം. ഓക്കെ ഡിയർ, ഇത് ഒരു 21 days നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. ആ ഒരു പെയിനിൽ നിന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും റിലീഫ് ലഭിക്കും. നിങ്ങൾക്ക് ആ ഒരു ബാരിയേഴ്സ് പൊട്ടിച്ചുകൊണ്ട് പുറത്തേക്ക് വരാനും സാധിക്കും. അതൊക്കെ തന്നെയും നിങ്ങളൊരു കോൺഫിഡൻസ് കൊണ്ടുവരും ലൈഫിൽ. അത്തരത്തിലുള്ള ബന്ധങ്ങൾ നിങ്ങളുടെ ചുറ്റിലും ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെയും പുറത്തേക്ക് വരാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. താങ്ക് യു ഡിയർ.